സമസ്ത ഹോംസിൻ്റെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ പളുകൽ എന്ന സ്ഥലത്തുള്ള നമ്മുടെ പുതിയ സൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണുള്ള ഒരു സൈറ്റാണ്. അത് ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ റബൽ ഫൗണ്ടേഷൻ, അതായത് പാറക്കല്ല് വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ മതിയാകും. പക്ഷേ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കോളം ഫുട്ടിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈറ്റിൻ്റെ ഹൈറ്റ് ഇവിടെ കൂട്ടാനുണ്ട്. ഈ ഒരു ലെവൽ വരെ നമുക്ക് മണ്ണിട്ട് വെക്കേണ്ടതായിട്ട് ഇതുവരെ നമുക്ക് മണ്ണ് ഫില്ലിങ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും മണ്ണ് ഫില്ലിങ് വരുമ്പോഴത്തേക്കും നമ്മൾ റബ്ബർ കെട്ടി കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കോളം ഫുട്ടിങ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടുത്തെ PCC ആണ് നമ്മൾ ചെയ്ത് നിർത്തിക്കുന്നത്. കോളം ഫുട്ടിങ്ങിന് നമ്മൾ കോളത്തിൻ്റെ കുഴി എടുത്തിട്ടുണ്ട്. കോളത്തിൻ്റെ കുഴി എടുത്തതിന് ശേഷം അത് മാറ്റ് കെട്ടി നിർത്തിയിരിക്കുകയാണ്. PCC ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. PCC ഇട്ടതിന് ശേഷം ഇനി കോളം നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യും. ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതാണ് കോളം എങ്ങനെയാണ് ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നത്. കയറ് കെട്ടിയതിന് ശേഷം കോളം മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. കോളം മാർക്ക് ചെയ്തതിന് സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് കോളം വരച്ചതിന് ശേഷം ഈ മാറ്റ് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോളം ചെയ്ത് മുകളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൈറ്റ് നേരെ ഒന്ന് ലെവലാക്കും. ഇത് ലെവലാക്കുന്ന സൈറ്റാണ്, ഇതിൽ ലെവലാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലാത്ത സൈറ്റാണെങ്കിൽ ആദ്യം ലെവലാക്കും. ലെവലാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് സെറ്റ് ഔട്ടാണ്. സെറ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം 90 ഡിഗ്രിയിൽ രണ്ട് സൈഡിൻ്റെ പിടിക്കും. അത് നമ്മളിന്നിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ്. അതിനെ നമ്മൾ 90 ഡിഗ്രിയിൽ അതിനെ രണ്ട് കയറ് കെട്ടി അതിനെ 90 ഡിഗ്രിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ച് എല്ലാ സ്ഥലത്തും നമ്മൾ നൂല് കെട്ടി സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്യും. കോളത്തിൻ്റെ സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുഴി എടുത്തതിന് ശേഷവും ഈ കയറ് അതുപോലെ കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ സ്ഥലത്തും സിമൻറ്റ് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിടും. അന്നേരം നമുക്ക് കോളം എടുത്തതിന് ശേഷം രണ്ടാമത് കയറ് കെട്ടുമ്പോഴത്തേക്കും നമ്മൾ ആ മാർക്കിങ് നമുക്ക് കൃത്യമായിട്ടും കിട്ടും. ഇങ്ങനെ മാർക്ക് ചെയ്താൽ പോലും രണ്ടാമത് നമ്മൾ കെട്ടുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ ഈ 90 ഡിഗ്രിയിൽ ലെവല് കറക്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സൈഡിൻ്റെ 90 ഡിഗ്രി തിരിച്ച് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ കയറ് കെട്ടുക. എന്താ ഈ ഭാഗം പിന്നെ ഇത് ഫ്രണ്ടും ഈ സൈഡും ഏതെങ്കിലും ഒരു സൈഡും ഫ്രണ്ടും പിടിക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഏറ്റവും നീളം കൂടിയ ഭാഗം, ഇതാണ് ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും നീളം കൂടിയ ഭാഗം ഈ സൈഡാണ്. നീളം കൂടിയ ഭാഗത്തേക്ക് ഒരു 4 മീറ്ററിൽ രേഖപ്പെടുത്തുക. അവിടെ പിടിച്ചോ. നാല് മീറ്ററിൽ നമ്മളൊരു അളവ് വയ്ക്കും. 4 മീറ്ററിൽ ഓക്കെ ആണോ? ഓക്കെ. ഇനി നീളം കുറഞ്ഞ ഭാഗത്ത്, ഇത് ആ സൈഡിനെ സംബന്ധിച്ച് ഈ സൈഡ് നീളം കുറവാണ്. നീളം കുറഞ്ഞ ഭാഗത്തേക്ക് 3 മീറ്റർ. അപ്പോൾ നീളം കൂടിയ ഭാഗത്ത് 4 മീറ്ററും നീളം കുറഞ്ഞ ഭാഗത്ത് 3 മീറ്ററും അളവ് മാർക്ക് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ രണ്ട് പോയിൻറ്റും യോജിക്കുന്ന ആ കോർണറിൽ നിന്നാണ് ഇരിക്കുന്നത്. ആ കോർണർ 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ബാക്കി പറഞ്ഞു. ഇനി നമ്മളിത് മാർക്ക് ചെയ്ത രണ്ട് പോയിന്റുകൾ, അതായത് അവിടെ 4 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, 3 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പിടിക്കുമ്പോൾ 5 മീറ്റർ നമുക്ക് കിട്ടണം. 5 മീറ്റർ നമുക്ക് കിട്ടണം. വേണ്ട 5 മീറ്റർ. 5 മീറ്റർ കിട്ടുവാണെങ്കിൽ കറക്റ്റ് മട്ടമാണ് നമുക്കിത് കിട്ടിയെന്ന് പറയാം.